നിർബന്ധിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് നേടി? ആദ്യ രാത്രിയുടെ ആദ്യ നിമിഷം തന്നെയുള്ള നിധിയുടെ ചോദ്യം കേട്ട് മഹി ഞെട്ടി. മനസ്സിലായില്ല. വാതിൽ കുറ്റിയിടാൻ എഴുന്നേറ്റ മഹി തിരിഞ്ഞു നിന്ന് നിധിയെ നോക്കി ചോദിച്ചു. എൻ്റെ ഏട്ടൻ്റെയും അച്ഛൻ്റെയും പിറകെ നടന്ന് എന്നെ നിങ്ങൾക്ക് കെട്ടിച്ചു തരണമെന്ന് കെഞ്ചിയത് എന്തിനായിരുന്നുവെന്ന്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട്. മറുപടിക്കൊട്ടും മയം ഉണ്ടായിരുന്നില്ല മഹിയുടെ ശബ്ദത്തിൽ. ആരോടുള്ള ഇഷ്ടം കൊണ്ട്? എന്നോടോ അതോ നിങ്ങളുടെ കാമുകിയോടോ? നിധിയുടെ ശബ്ദം കനത്തു. മഹി തിരിഞ്ഞു നിന്ന് വാതിൽ കുറ്റിയിട്ടു. പിന്നെ തിരിഞ്ഞു വന്ന് നിധിയുടെ മുന്നിൽ വന്ന് നിന്നു. എന്തേ, ഉത്തരം മുട്ടിയോ? നിങ്ങൾ അവളുടെ കല്യാണത്തിന് മുന്നേ നിങ്ങളുടെ കല്യാണം നടക്കാനല്ലേ എന്നെ കെട്ടിയത്? ചെറ്റ. നിധി പറഞ്ഞു തീർന്നതും മഹിയുടെ ഇടത് കൈ നിധിയുടെ വലത് കവിളിൽ ആഞ്ഞു പതിച്ചു. അച്ഛാ! നിധി അലറി വിളിച്ചു. മഹി വാതിൽ തുറന്ന് ഉമ്മറത്തേക്കിറങ്ങി. എന്താ മോനെ? ഓടിവന്ന പ്രകാശൻ മഹിയോട് ചോദിച്ചു. ഈ ബന്ധം ഇനി വേണ്ട, ഡിവോഴ്സ്, അതാണ് നല്ലത്. പറഞ്ഞു തീർന്നതും മഹി പോർച്ചിൽ കിടന്ന കാറിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്ത് കാർ റിവേഴ്സ് എടുത്തു. പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി റൂമിലേക്ക് തിരികെ നടന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ മഹി റൂമിലേക്ക് ചെന്നു. മൊബൈൽ എടുക്കാൻ മറന്നു, അതാ വന്നത്. മഹി തിരിഞ്ഞു നടന്നു. മോനെ! ദേവയാനി, നിധിയുടെ അമ്മ, മഹിയുടെ മുന്നിൽ വന്നു നിന്നു. ഈ രാത്രി മോൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്. നാളെ നേരം വെളുക്കട്ടെ, നമുക്ക് പരിഹാരം കാണാം. ഇവൻ ഇവിടെ നിന്നാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഈ നിമിഷം ഇറങ്ങും. നിധി ഉറക്കെ അലറി. പോണോ അമ്മേ? പോകില്ലേൽ ചിലപ്പോൾ ഒരുപാട് ജീവിതങ്ങൾ തകരും. മഹി ദേവയാനിയെ നോക്കി പറഞ്ഞു തിരിഞ്ഞു നടന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സായാഹ്നം. സർ, ആ കുട്ടി പോകുന്നില്ല. സാറിനെ കാണാതെ പോകില്ലെന്നാ പറയുന്നത്. ഓഫീസ് ക്യാമ്പിലേക്ക് കയറി വന്നുകൊണ്ട് നിത്യ മഹിയെ നോക്കി പറഞ്ഞു. മഹി എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. വാ. നിധിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മഹി മുന്നോട്ട് നടന്നു. കയറോ. കാറിൻ്റെ ഡോറ് തുറന്ന് നിധിയെ നോക്കി മഹി സൗമ്യനായി പറഞ്ഞു. നിധി കാറിലേക്ക് കയറി ഡോർ അടച്ചു. എന്നു വന്നു? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മഹി നിധിയെ നോക്കി ചോദിച്ചു. ഇന്നലെ രാത്രി. എന്നാ കല്യാണം? ആരുടെ? ഏട്ടൻ്റെ. നിധിയുടെ ശബ്ദം നേർത്തു. ഉറപ്പിച്ചില്ല. രണ്ടാളും പരസ്പരം കണ്ടു, സംസാരിച്ചു, അത്രേ ഉള്ളൂ. എങ്ങനെ അറിഞ്ഞു കല്യാണമാണെന്ന്? പുഞ്ചിരിച്ചുകൊണ്ട് മഹി ചോദിച്ചു. അമ്മ പറഞ്ഞു ഇന്നലെ. അമ്മയെയും അച്ഛനെയും ഏട്ടനെയും ഇപ്പോഴും വിളിക്കുമായിരുന്നു അല്ലേ? ഓവല്ലോ. എന്നോട് ദേഷ്യമുണ്ടോ? ആ മൂളലിൽ വല്ലാത്ത കനമുണ്ടായിരുന്നു. സത്യത്തിൽ അന്ന് രാത്രി നീ എന്തിനാ അങ്ങനെ ബഹളം വെച്ചത്? കാർ റോഡിൻ്റെ അരികിൽ പാർക്ക് ചെയ്ത് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ഒരു സിഗരറ്റ് ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് മഹി നിധിയോട് ചോദിച്ചു. എനിക്ക് നമ്മുടെ വിവാഹം ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് വേറൊരാളുമായി അടുപ്പമുണ്ടായിരുന്നു. തല താഴ്ത്തി നിധി മെല്ലെ പറഞ്ഞു. 1-2 വട്ടം മെല്ലെ സിഗരറ്റ് പഫ് എടുത്തുകൊണ്ട് മഹി നോട്ടം ദൂരേക്ക് മാറ്റി. അതിന് നമുക്ക് തുറന്നു പറയാൻ ഒരുപാട് സമയമുണ്ടായിരുന്നല്ലോ. മഹി നേർത്ത പുഞ്ചിരിയോടെ ചോദിച്ചു. പക്ഷേ തുറന്നു പറയാനൊരു പേടി. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളത് വീട്ടിൽ പറയുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. മാത്രമല്ല വിജയ് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും വിവാഹത്തിന് 4 മാസമുണ്ട്. അപ്പോഴേക്കും നമുക്കിവിടെ നിന്ന് എവിടെയെങ്കിലും പോകാം. അതുവരെ ആരും അറിയരുത് എന്ന്. എന്നിട്ട് വിജയ് വന്നില്ലേ? സിഗരറ്റ് താഴേക്കിട്ട് ഷൂ കൊണ്ട് ചവിട്ടി അരച്ചുകൊണ്ട് മഹി ചോദിച്ചു. ഇല്ല, വിവാഹത്തലേന്ന് വരുമെന്ന് പറഞ്ഞു. വന്നില്ല. രാത്രി വരെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. രാത്രി എത്ര വൈകിയാലും വന്ന് കൊണ്ടുപോകും, കാത്തിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു വിവരവും ഇല്ലാതെയായി. രാവിലെ പിന്നെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. നിർവികാരമായ ശബ്ദത്തിൽ നിധി പറഞ്ഞു നിർത്തി. എന്നാലും എന്തിനാ രാത്രി അങ്ങനെ ഒരു പാതിയിൽ നിർത്തി മഹി. അറിയില്ല, അങ്ങനെ ഒച്ച വെച്ചാൽ ഏട്ടൻ എന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല. രാത്രി മനഃപൂർവ്വം ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് ജീവിതം? ആൾ കൂടെയുണ്ടോ? നേർത്ത ശബ്ദത്തിൽ മഹി ചോദിച്ചു. ഇല്ല. ഒറ്റയ്ക്കായി പോകുന്നതിൻ്റെ വേദന അറിയുന്നുണ്ടോ ഇപ്പം? തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? എന്തു തോന്നാൻ? ചുറ്റിനും കാണുന്നതൊന്നും സത്യമല്ല എന്ന് തോന്നുന്നു. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്ന് പോലും അറിയാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. അതിനേക്കാൾ ഭേദം ഭ്രാന്ത് പിടിക്കുന്നതാണ് എന്ന് തോന്നിപ്പോയിട്ടുണ്ട് പലപ്പോഴും. എന്നോട് ചെയ്തതിൽ എപ്പോഴേലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ആണോ അതോ
അല്ല. പിന്നെ? ഒരു സിഗരറ്റ് കൂടെ ചുണ്ടിലേക്ക് വെച്ച് മഹി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അന്ന്, ആ രാത്രി മുതൽ ഇന്നീ നിമിഷം വരെ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ കുറ്റബോധം ഉണ്ടായിരുന്നുള്ളൂ. അത് ഏട്ടനോട് ചെയ്ത ക്രൂരത ഓർത്ത് മാത്രം. തോന്നാനെന്താ കാരണം? അറിയില്ല. ഹൃദയം ഒരാൾക്ക് തീരെഴുതി കൊടുത്തിട്ട് കൂടെ കൂട്ടാൻ എനിക്ക് കഴിയില്ലായിരുന്നു എന്നുള്ളത് സത്യം. വിജയ് പറയുന്നത് മാത്രമായിരുന്നു സത്യമെന്ന് കരുതി അവൻ്റെ വാക്കുകൾക്ക് മാത്രം ചെവി കൊടുത്തപ്പോൾ ഏട്ടനോട് ചെയ്യുന്നതൊരു തെറ്റായി എനിക്ക് തോന്നിയതേയില്ല. പക്ഷേ പാതിയിൽ നിർത്തി മിഴികളിൽ നനവ് പടർന്നത് പുറം കൈകൊണ്ട് തുടച്ചുകൊണ്ട് നിധി നോട്ടം ദൂരേക്ക് മാറ്റി. പക്ഷേ മഹി സിഗരറ്റ് ഒന്നുകൂടെ ആഞ്ഞു വലിച്ചു. മൂക്കിലൂടെ പുകച്ചുരുൾ പെയ്തു തോരുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി, ആ രാത്രി ഞാൻ വിജയിനെ വിളിച്ചു. എന്നിട്ട് മറ്റൊരാളുടെ കൂടെ കിടന്ന ഉച്ചിഷ്ടത്തെ അവന് വേണ്ട പോലും. എല്ലാ സുഖവും കഴിഞ്ഞ് നിനക്കിപ്പോൾ അല്ലേ എന്നെ വിളിക്കാൻ തോന്നിയുള്ളൂ. എന്തേ നിന്റെ പുതിയ ഭർത്താവ് പോരെ? അങ്ങനെ ഒരു 100,000 ചോദ്യങ്ങൾ. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എപ്പോഴോ ഞാൻ ആശുപത്രി കിടക്കയിൽ കണ്ണു തുറക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്. കൈഞ്ഞരമ്പ് മുറിച്ചു, തല സ്വയം തല്ലിപ്പൊളിച്ചു, വീടിൻ്റെ ടെറസിന് മുകളിൽ നിന്നും ചാടാൻ നോക്കി എന്നൊക്കെ അമ്മ പറഞ്ഞു പിന്നീടൊരിക്കൽ. ഇനിയിപ്പോൾ എന്താ പരിപാടി? മഹി സിഗരറ്റ് മെല്ലെ താഴേക്കിട്ടു. അടുത്തുള്ള കലിങ്ങിൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. നാളെ വൈകുന്നേരം ഫ്ലൈറ്റ്, ഡൽഹി. അവിടെ ജോയിൻ ചെയ്യണം. ഇവിടുന്നൊരു ട്രാൻസ്ഫർ വാങ്ങി. ചുമ്മാ ചോദിച്ചു വാങ്ങി. എൻ്റെ വിവാഹം കാരണം. ഹേയ് അല്ല, ഓർമ്മകൾ നൽകാൻ മാത്രം. നമ്മൾ തമ്മിൽ ഒന്നുമില്ലല്ലോ. പക്ഷേ ഉള്ളിലൊരു നീറ്റലുണ്ട്. അതെങ്ങനെ പെയ്തു തോരുമെന്ന് അറിയില്ല. മാപ്പ്. കൈകൂപ്പി നിധി മഹിയുടെ മുന്നിൽ നിന്നു. അന്നൊരു വട്ടം എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു ഒരു അഫെയർ ഉണ്ടെന്ന്. പറഞ്ഞില്ല. അത് ഒരു സങ്കടം തന്നു. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി കൂടെ കൂടിയിരുന്നില്ലേൽ ഒരിക്കലും നമുക്ക് നല്ലൊരു ബന്ധം കിട്ടില്ലായിരുന്നുവെന്ന്. പരസ്പരം അറിയാതെ, ഇഷ്ടമില്ലാതെ, വിശ്വാസമില്ലാതെ എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ ഇങ്ങനെ ആയത് നന്നായി എന്ന് മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി. എല്ലാവരുടെയും വിഷമം എന്നെ ഓർത്തായിരുന്നു. വിവാഹം വേണ്ടെന്ന് പറഞ്ഞ ഞാൻ ഒരാളെ കാണുന്നു, ഇഷ്ടമാകുന്നു, അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ച് പെണ്ണ് കാണുന്നു, കല്യാണം ഉറപ്പിക്കുന്നു. ഒടുവിൽ അതാദ്യ രാത്രി തന്നെ ഫ്ലോപ്പാവുന്നു. ജീവിതം തന്ന അനുഭവം അടിപൊളിയായിരുന്നു. അതുകൊണ്ട് അന്ന് തകർന്നു പോയതുകൊണ്ട് പിന്നീട് ഇന്ന് വരെ ഒരു തകർച്ചയ്ക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം താൻ എനിക്ക് തിരിച്ചു തന്നത് എൻ്റെ ജീവിതം തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് തന്നോട് അന്നും ഇന്നും എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. മഹി എഴുന്നേറ്റ് നിധിയുടെ മുന്നിൽ വന്ന് നിന്ന് ഇരു കയ്യും കെട്ടി നിന്നു. ഏട്ടാ. നിധി മഹിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പോവാം. മെല്ലെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് മഹി കാറിലേക്ക് കയറി. പിറ്റേന്ന്, മോനെ, നിധിയെ കൂടെ ഒന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണേ. മഹിയുടെ മൊബൈലിലേക്ക് ദേവയാനി വിളിച്ചു പറഞ്ഞു. ഞാൻ പോകും വഴി കയറാം. മോള് മോൻ്റെ വീടിൻ്റെ ഗേറ്റിലുണ്ട്. മഹി കോൾ കട്ട് ചെയ്തു. അമ്മ, നിധി പുറത്ത് നിൽപ്പുണ്ട്. ഇങ്ങോട്ട് കയറി വരാൻ പറ. എയർപോർട്ടിൽ എന്നോട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു ആളുടെ അമ്മ. അനുരാധയോട് മഹി ഹാളിലേക്ക് ചെന്ന് പറഞ്ഞു. മൂളിക്കൊണ്ട് അനുരാധ പുറത്തേക്ക് ചെന്നു. വാ. ഗേറ്റ് തുറന്ന് അനുരാധ നിധിയെ അകത്തേക്ക് വിളിച്ചു. നിധി അമ്പരപ്പോടെ ചുറ്റും നോക്കി. കയറി വരാൻ. യാതൊരു മയവും ഇല്ലാതെ അനുരാധ പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. നിധി മെല്ലെ അകത്തേക്ക് കയറി. മുകളിൽ ഇടതുവശത്തുള്ളതാണ് മഹിയുടെ റൂം. ഡൽഹി യാത്ര ക്യാൻസൽ ചെയ്തു. ഇവിടെ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിലേക്ക് പൊയ്ക്കോ. ഇല്ലേ, അവൻ ഇപ്പം ഇറങ്ങും. കൂടെ ഇറങ്ങിക്കോ. വെട്ടി തുറന്ന് അനുരാധ പറഞ്ഞത് കേട്ട് നിധി ചുറ്റിനും നോക്കി. സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സ് കൈമോശം വന്നിട്ടില്ലേ? ഇവിടെ നിന്നോ. അത് കഴിഞ്ഞ് നിങ്ങൾ മാനസികമായി ഓക്കെ ആണേൽ വിവാഹം കഴിക്കാം. പരസ്പരം സമ്മതമുണ്ടേൽ മാത്രം. മുറിവുകൾ ഉണങ്ങാൻ കാലം നൽകിയ മരുന്നായി കണ്ടാൽ മതി. പിന്നെ എല്ലാം മറക്കാനും പൊറുക്കാനും ഞാനും മോനും തയ്യാറുമാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയുള്ളത് മാത്രം ആലോചിച്ച് മുന്നോട്ട് പോവുക. മഹിയുടെ കൂടെ ഇറങ്ങുന്നോ അതോ അവൻ ഇറങ്ങിക്കഴിയുമ്പോൾ ഇങ്ങോട്ട് കയറുന്നോ? കയറാം, നിധി മെല്ലെ പറഞ്ഞു. കേട്ടില്ല. മഹി അടുത്ത് വന്നു നിന്ന് നിധിയോട് ചോദിച്ചു. മഹിയുടെ നെഞ്ചിലേക്ക് പൂണ്ടുകൊണ്ട് നിധി തേങ്ങി. മാപ്പ്. നിധിയുടെ ചുണ്ട് വിറകൊണ്ടു.
ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.